ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्री राधा कृष्ण पादान सगण ललिता श्री विशाखान्वितंश्च हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी शबानो सुदे देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत्. അപ്പോ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 4 41 ശ്ലോകം മുതൽക്കാണ്. യോഗ സന്യസ്ത കർമാണം ജ്ഞാന സഞ്ചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. യോഗ സന്യസ്ത കർമാണം ജ്ഞാന സഞ്ചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. രജനി മാതാജി. हरे कृष्ण प्रभु. हरे कृष्ण प्रणाम. ओम नमो भगवते वासुदेवाय. श्लोकम 41. योग संन्यस्त कर्माणां ज्ञान संचिन्न संशयम् आत्मवन्दं न कर्माणि निबन्धन्ति धनंजय. हरे कृष्ण. थैंक यू प्रभु जी. राधिका माताजी. हरे कृष्ण. योग संन्यस्त कर्माणं ज्ञान संचिन्न संशयम् आत्मवन्तं न कर्माणि निबन्धन्ति धनंजय. हरे कृष्ण. विनोदिनी माताजी. ओम नमो भगवते वासुदेवाय. योग संन्यस्त कर्माणां ज्ञान संचिन्न संशयम् आत्मवन्त कर्माणि निबन्धन्ति धनंजय. हरे कृष्ण प्रभु. जोशी माताजी അതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കും മലയാളത്തിൽ. हरे कृष्ण प्रभु. विवर्तनम भावार्थम by His Divine Grace Abhi Charanarvinda Bhakti Vedanta Swami Srila Prabhupada की जय. അലയോ ധനഞ്ജയ, തന്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവർ ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. ഹരേ കൃഷ്ണ. Very good. One who acts in devotional service, renouncing the fruits of his actions, and whose doubts have been destroyed by transcendental knowledge, is situated factually in the self. Thus, he is not bound by the reactions of work, O conqueror of riches. So, ഇവിടെ ഭഗവാൻ അർജുനോട് ഒരു പോംവഴി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് എങ്ങനെ നമ്മൾ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തരാവാം, ആ ഒരു എളുപ്പ വഴിയാണ് പറഞ്ഞത്. എന്താണ് പറയുന്നത്? ഏതൊരു വ്യക്തിയാണോ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത്, ഏതൊരു വ്യക്തിയാണോ നമ്മൾ ചെയ്യുന്ന കർമ്മഫലത്തിൽ ആസക്തി ഇല്ലാതെ ഇരിക്കുന്നത്, ഏതൊരു വ്യക്തിയാണോ ജ്ഞാനം വഴി റിയലൈസ് നമുക്ക് അറിവ് നേടുന്നത്, അവരാണ് ആക്ച്വലി ആത്മാവിനെ പറ്റി അറിയാൻ അർഹതയുള്ള ആൾ. ആത്മാവ് എന്താണെന്ന് നമുക്ക് അറിയാം തിയററ്റിക്കലി, പക്ഷെ പ്രാക്ടിക്കലി നമുക്ക് അറിയുന്നില്ല. എപ്പോഴും നമ്മൾ ആ ഒരു ശാരീരിക അവബോധത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ. പ്രഭുപാദ് ഒരുപാട് തവണ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് പല പർപ്പോട്ടിലും, യു ആർ നോട്ട് ദ ബോഡി, യു ആർ ദ സെൽഫ്, യു ആർ ദ സോൾ, യു ആർ ആത്മ.
എങ്കിലും അത് ഉൾക്കൊള്ളാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഓൺ എ പ്രാക്ടിക്കൽ ലെവൽ. തിയറട്ടിക്കൽ നമുക്ക് മനസ്സിലാവാം, കാരണം നമ്മുടെ ഈ ശരീരം നമ്മുടെ കൂടെ വരില്ല, അത് നശ്വരമാണ്. പക്ഷെ ആത്മാവ് വീണ്ടും ശരീരം ധരിക്കുന്നു. ഇതെല്ലാം തിയറട്ടിക്കലി നമുക്ക് മനസ്സിലായിട്ടെങ്കിലും ആ ഒരു റിയലൈസേഷൻ ഇതേവരെ നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് പ്രഭുപാദ വീണ്ടും വീണ്ടും എടുത്തത് പറയുന്നത്, യു ആർ നോട്ട് ദ ബോഡി, യു ആർ ദ സോൾ. അപ്പോൾ ഭക്തന് ചോദിക്കും, പ്രഭുപാദ എത്ര തവണയാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്? അപ്പോഴാണ് പ്രഭുപാദ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇതിന്റെ തത്വം ഇതേവരെ മനസ്സിലായിട്ടില്ല. സ്റ്റിൽ ഇതൊക്കെ പറഞ്ഞിട്ട്, ഇത്ര തവണ പറഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങൾ ശാരീരിക അവബോധത്തിലാണ് ജീവിക്കുന്നത്. ഓക്കെ, യു ആർ സ്റ്റിൽ ലിവിങ് ഓൺ ബോഡ്ലി കൺസെപ്റ്റ് ഓഫ് ലൈഫ്. ഐ, മീ ആൻഡ് മൈൻ. ഇത് എൻ്റേത്, ഓക്കെ, ഇത് മറ്റുള്ളവരുടെ, ഇത് എൻ്റെ രാജ്യം, ഇത് എൻ്റെ ജോലി, എൻ്റെ വീട്. ഒരു ഭക്തൻ ശാരീരിക അവബോധത്തിൽ നിന്നും ആ ഒരു സോളിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഉയരുമ്പോൾ ഐ, മീ ആൻഡ് മൈൻ വളരെ ചുരുക്കേ പറയുള്ളൂ. വിതുരനും ദുര്യോധനും ഭഗവാനെ വിളിച്ചു വീട്ടിലേക്ക്. ദുര്യോധനൻ പറഞ്ഞു, വരൂ എൻ്റെ കൊട്ടാരത്തിലേക്ക്, എല്ലാ സൗകര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല ഭോഗ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പർവ്വതാനി വിരിച്ച് സ്വീകരിച്ചു കൊണ്ടുപോകാൻ, ആനയിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം തയ്യാറായിരുന്നു. വിതുരർ പറഞ്ഞു, നമ്മുടെ വീട്ടിലേക്ക് വരൂ എന്നാണ് പറഞ്ഞത്. ഭഗവാനോട് അങ്ങയുടെ വീട്ടിലേക്ക് വരൂ എന്നാണ് പറഞ്ഞത്. ദുര്യോധനൻ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരൂ. അപ്പൊ രണ്ടിലും വ്യത്യാസമില്ലേ? ദുര്യോധനൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ, എൻ്റെ കൊട്ടാരം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എന്ത് വേണമെങ്കിലും അവിടെ ലഭിക്കും, ഒരു കുറവുണ്ടാവില്ല. പക്ഷെ ഇത് പറഞ്ഞ് അങ്ങയുടെ വീട്ടിലേക്ക് വരൂ എന്നാ പറഞ്ഞത്. ഭഗവാന്റെ ആണത്, എൻ്റെ എന്നുള്ള ആ അവരോട് പോയി. അപ്പൊ വിതുരന്റെ തലം അതേപോലെ ദുര്യോധനന്റെ തലം എന്താണ് അന്ന് മനസ്സിലാക്കാം. അതേപോലെ നമ്മളും ഇപ്പോഴും നമ്മളത് എൻ്റെ വീട്, യെസ് എൻ്റെ വീടാണ്, താൽക്കാലികമായിട്ട് ഒരു 50 കൊല്ലം 60 കൊല്ലം 100 കൊല്ലം അതിൽ മീതെ എൻ്റെ വീടല്ല, അത് കൈമാറേണ്ടി വരും, അത് വേറെ വല്ലവരും അവിടെ നിന്ന് താമസിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മള് ഐ, മീ ആൻഡ് മൈ അതിന്ന് ഉയർന്ന് ഇതെല്ലാം ഭഗവാന്റേതായിട്ട് കാണണം, എല്ലാം ഭഗവാന്റെ അംശങ്ങളായിട്ട് കാണണം. അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ആരാണോ ആത്മാവിനെ ശരിക്കും മനസ്സിലാക്കുന്നത് അവർക്ക് ഈ കർമ്മബന്ധനത്തിൽ ഏർപ്പെടേണ്ടി വരില്ല എന്നാണ് ഇവിടെ അർജുനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. One who follows the instruction of Bhagavad Gita as it is imparted by the Lord, understanding of God in himself, becomes free from all doubts by the grace of transcendent knowledge. അപ്പോൾ ഈ സംശയങ്ങളിൽ നിന്നും ഈ പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് എങ്ങനെ മുക്തനാകാം? ഈ ജ്ഞാനം കിട്ടുമ്പോൾ, ഈ ജ്ഞാനം കിട്ടിയാൽ മാത്രം പോരാ, ഇത് അതിൻ്റെതായിട്ടുള്ള ആ തത്വം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കൂടി വരുമ്പോഴേ അത് പൂർണ്ണമാവുന്നുള്ളൂ. ഏതൊരു പ്രവൃത്തിയും ഏതൊരു ആക്ടിവിറ്റിയും പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ പ്രയത്നം മാത്രം പോരാ, ഭഗവാന്റെ ആ ഒരു സാങ്ഷൻ കൂടി വേണം. ഇതാണ് ദാമോദര ലീലയിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലെ? യശോദമായും കൃഷ്ണൻ തമ്മിലുള്ള ദാമോദര ലീലയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് പറയുന്നത് ബൈ ദ ഗ്രേസ് ഓഫ് ട്രാൻസെൻഡന്റൽ നോളേജ്. അപ്പൊ ഈ ജ്ഞാനം ഭഗവാന്റെ ആ കൃപാകടാക്ഷം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. He, as a part and parcel of the Lord, in full Krishna consciousness, is already established in self-knowledge. As such, he is undoubtedly above bondage to action. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും ഒരു കർമ്മഫലത്തിന്റെയും അധീനത്തിൽ വരുന്നില്ല. ഈസ് ബിയോണ്ട്, ഈസ് ട്രാൻസെൻഡന്റൽ, അതീന്ദ്രമായിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭക്തിയുത സേവനത്തിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തത്വം ശരിക്കും ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ തിയറിറ്റിക്കലി അറിയുന്നുള്ളൂ, തിയറിറ്റിക്കലി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കൽ ലെവലിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു. അപ്പോഴും ഇത് എൻ്റേതല്ലേ? ആ ഒരു പ്രഭുപാദ അങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഇന്ത്യ വിട്ടിട്ട് പോകുമായിരുന്നില്ല, അല്ലെ? എനിക്ക് മാത്രം
എൻ്റേത് മാത്രം, അങ്ങനെയല്ല, മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇത് ഞാൻ മാത്രം വെച്ചിരുന്നാൽ പോരാ, ഇത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം. അപ്പോൾ എൻ്റെ ഈ ലൈഫ്, എൻ്റെ ഈ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഞാൻ ഇത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, ഈ ഗ്രന്ഥങ്ങളെല്ലാം രചിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പരിഭാഷപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരമാണ് അദ്ദേഹം ഈ 70-ാമത്തെ വയസ്സിലും ഇന്ത്യയിൽ നിന്നും സാഗരം താണ്ടിയിട്ട് പാശ്ചാത്യ ദേശങ്ങളിൽ പോയത്. നമ്മള് ഈ ഒരു കാണിക്കില്ല, ആദ്യം എൻ്റെ കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക്, അല്ലേ? സാധാരണ അതല്ലേ നമ്മൾ ചെയ്യുക. എൻ്റെ എല്ലാം കഴിഞ്ഞ്, ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നല്ലാതെ ഞാൻ കഷ്ടത അനുഭവിച്ചിട്ട്, ക്ലേശങ്ങൾ അനുഭവിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമ്പ്രദായം വളരെ കുറവേ കാണുള്ളൂ. അത് അവരെ മഹാത്മാക്കൾ എന്ന് പറയും. എത്ര തന്നെ ക്ലേശങ്ങൾ അനുഭവിച്ചാലും ശരി, മറ്റുള്ളവർക്ക് ക്ലേശങ്ങൾ വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാര് സമൂഹത്തിൽ വളരെ കുറച്ചേ കാണുള്ളൂ. നമ്മളെല്ലാം സെൽഫിഷ് മെന്റാലിറ്റി ഉള്ളതാണ്, സ്വാർത്ഥ താല്പര്യം. കൊടുക്കില്ല എന്ന് പറയുന്നില്ല, ചെയ്യും, കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷെ എന്താണ്, ആദ്യം എനിക്ക് എൻ്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കും. പക്ഷെ മഹാത്മാക്കൾ അങ്ങനെയല്ല. മഹാത്മാക്കള് തൻ്റെ ആവശ്യം ലാസ്റ്റ്, ആക്ച്വലി അവർക്ക് ആവശ്യമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അവസാനം എല്ലാവരുടെയും കഴിഞ്ഞ്. അതാണ് നമ്മൾ ശ്രീമദ് ഭാഗവതത്തില് സിമി മഹാരാജാവിന്റെ ആ സ്റ്റോറി പറഞ്ഞപ്പോ, ദാനശീലൻ അല്ലെ, സിബി മഹാരാജ് അത്രയും ദാനശീലായിരുന്നു, സ്വന്തം ശരീരത്തിനെ കൊടുത്തു. നമ്മൾ ദാനം എങ്ങനെ കൊടുക്കുക? എല്ലാം കഴിഞ്ഞ് നമ്മുടെ എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കും. അവിടെ അങ്ങനെയല്ല. അപ്പൊ ഈ തലത്തിലേക്ക് നമ്മൾ ഉയരുന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരെയും ഭഗവാന്റെ അംശങ്ങളായിട്ട് കാണണം. നമ്മൾ ആത്മാവായിട്ട് നമ്മളെ കാണണം. ശാരീരിക അവബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ നമ്മളെല്ലാം സ്ലോലി ആൻഡ് ഗ്രാജുവലി ആ തലത്തിലേക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മളെല്ലാം പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്. വൈദ്യ സാധന ഭക്തിയിലൂടെ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ ആ തലത്തിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആഗ്രഹമുണ്ട്. അപ്പൊ ആ സിൻസിയർ ആഗ്രഹം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തീർച്ചയായിട്ടും അവിടേക്ക് എത്തിക്കും. അപ്പോ ടെക്സ്റ്റ് 42, തസ്മാത് അജ്ഞാന സംഭൂതം ഹൃസ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗം അതിഷ്ഠോതിഷ്ഠ ഭാരത. തസ്മാത് അജ്ഞാന സംഭൂതം ഹൃസ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗം അധിഷ്ഠോതിഷ്ഠ ഭാരത. ഹരേ കൃഷ്ണ. സിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. തസ്മാദജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനസിനാത്മനാ ചിത്വൈനം സംശയം യോഗം ആധിഷ്ഠോത്തിഷ്ഠ ഭാരത. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഓക്കെ, വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാദജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മനാഃ ചിത്തൈനം സംശയം യോഗ തിഷ്ഠോത്തിഷ്ഠ ഭാരത. ഹരേ കൃഷ്ണ പ്രഭുജി. ജീവേശ്വരി മാതാജി. ഹരേ കൃഷ്ണ. തസ്മാത് സംവാദം ക്ലിയർ അല്ല, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഇതിന്റെ ട്രാൻസ്ലേഷൻ ശ്രീദേവി മാതാജി എന്ന് വായിക്കും. ഹരേ കൃഷ്ണ. തസ്മാത് അജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മനഃ
ചിത്വൈനം സംശയം യോഗ ആദിഷ്ടോ ദിഷ്ട ഭാരത. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ അജ്ഞാനത്താൽ നിന്നുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിന്റെ വാൾ കൊണ്ട് അറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത, യുദ്ധം ചെയ്യൂ. ഹരേ കൃഷ്ണ. ഹരിബോൾ. Therefore, the doubts which have arisen in your heart out of ignorance should be slashed by the weapon of knowledge. Armed with yoga, O Bharata, stand and fight. അപ്പൊ ഇതെന്തിനാണ് ഈ ഒരു മോട്ടിവേഷൻ ചെയ്യുന്നത്? ഭഗവാൻ അർജുനോട് യുദ്ധം ചെയ്യാൻ അർജുനൻ റിലക്റ്റന്റ് ആണ്. ഓക്കെ, യുദ്ധത്തിന് വന്ന ആ അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറി പോവാണ്. എല്ലാം തയ്യാറായിട്ട് രണ്ട് പാർട്ടീസും അവിടെ തയ്യാറാണ്. ശംഖും വിളിച്ചു, എല്ലാം കഴിഞ്ഞു. ആ സമയത്താണ് തൻ്റെ എതിർവശത്ത് തൻ്റെ ബന്ധുമിത്രാദികളെ കാണുമ്പോൾ അർജുനൻ ആകെ പതറി. എന്തിനാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ ആ ക്ഷത്രിയന്റെ ഗുണം അവിടെ താൽക്കാലികമായിട്ട് അർജുനന് നഷ്ടപ്പെട്ടു. അപ്പോൾ അർജുനെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തത്വങ്ങളെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് therefore the doubts which have arisen in your heart, അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ള ആ സംശയങ്ങളെല്ലാം എങ്ങനെ ഖണ്ഡിക്കണം? വിത്ത് ദ വെപ്പൺ ഓഫ് നോളേജ്, ജ്ഞാനം കൊണ്ട്. ആ ജ്ഞാനമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഭഗവത്ഗീത. അതാണ് ഭഗവത്ഗീത. ആംഡ് വിത്ത് യോഗ, ഓ ഭാരത, സ്റ്റാൻഡ് ആൻഡ് ഫൈറ്റ്. അപ്പോൾ ആംഡ് വിത്ത് യോഗ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇവിടെ ഭഗവാനായി കണക്ട് ചെയ്തിട്ടാണ്. യോഗ എന്ന് പറഞ്ഞാൽ കണക്റ്റിങ്, ലിങ്കിങ്, യുണൈറ്റിങ്, അല്ലേ? അപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് ഫൈറ്റ് ചെയ്യേണ്ടത് ഭഗവാനെ ആ റിലേഷൻഷിപ്പ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണിത്. അപ്പോൾ ഈ യുദ്ധം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ, അത് അനിവാര്യമാണെങ്കിൽ അത് ചെയ്യണം. ആരും യുദ്ധത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷെ അത് അനിവാര്യമാണ്. സൊസൈറ്റിയിൽ സമൂഹത്തിന്റെ സംരക്ഷണത്തിന് അത് അത്യാവശ്യമാണ്. പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണെങ്കിൽ യുദ്ധം ചെയ്തേ പറ്റൂ. ഇവിടെ യുദ്ധം അനിവാര്യമാണ്. പക്ഷെ അർജുനൻ അതിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം യുദ്ധം ചെയ്യാൻ പറയുന്നു. So the yoga system instructed in this chapter is called Sanatana Yoga, or eternal activities performed by the living entity. സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, എപ്പോഴും ഉള്ളത്. അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ which has no beginning, no middle, no end. സനാതനം, always existing, ever existing. Or eternal activities performed by the living entity. This yoga has two divisions of sacrificial actions. One is called sacrifice of one's material possessions, and the other is called knowledge of the self, which is pure spiritual activity. അപ്പോൾ രണ്ട് തരത്തിലുള്ള യോഗ ആണ് ഇവിടെ ഭഗവാൻ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ്? ഒന്ന്, നമ്മളുടെ സാധനങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്യുക ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, കർമ്മഫലം ത്യജിക്കുക. രണ്ടാമത്തത് ജ്ഞാനം, നോളജ് ഓഫ് ദ സെൽഫ്. ഓക്കെ, ഈ രണ്ട് തരത്തിലുള്ള ഒരു ജ്ഞാനത്തെ പറ്റിയിട്ടാണ്, യോഗയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തത് പ്യുവർ സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. അതായത് നോളജ് ഓഫ് ദ സെൽഫ്, ആത്മാവിനെ പറ്റി അറിയുന്നത്, അത് സ്പിരിച്വൽ ആക്ടിവിറ്റി. If sacrifice of one's material possession is not dovetailed for spiritual realization, then such sacrifices becomes material. അപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു, അത് മെറ്റീരിയൽ ബെനിഫിറ്റിനാണെങ്കിൽ അത് കാര്യമില്ല. നേരെ മറിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടാണെങ്കിൽ അത് സ്പിരിച്വൽ ആക്കി മാറും, അല്ലെങ്കിൽ അത് മെറ്റീരിയലാണ്. സാധാരണ നമ്മൾ ഒരുപാട് philanthropic activities, altruistic activities,
അങ്ങനെ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ, അങ്ങനത്തെ സംഘടനകള്, സൊസൈറ്റീസ്, ഗ്രൂപ്പ്സ് ഒക്കെ കാണാം. അത് മെറ്റീരിയൽ ആണോ സ്പിരിച്വൽ ആണോ? സാധാരണഗതിയിൽ ഒരുപാട് ഗ്രൂപ്പ്സ് കാണും. അതായത് വസ്ത്രം കൊടുത്തിട്ടും വീടുണ്ടാക്കി കൊടുത്തിട്ടും അതേപോലെ ശുശ്രൂഷയ്ക്ക് ട്രീറ്റ്മെന്റിന് പൈസ കൊടുത്തിട്ടും അങ്ങനെ പല ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഏർപ്പെടുന്ന ഒരുപാട് ഗ്രൂപ്പ്സ് കാണാം. ആ ആക്ടിവിറ്റി മെറ്റീരിയൽ ആണോ അതോ സ്പിരിച്വൽ ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മെറ്റീരിയൽ. എന്തുകൊണ്ട്? അവിടെ ഡിവോഷണൽ സർവീസ് ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല ഭഗവാന്റെ കാര്യങ്ങൾക്കൊന്നും. അപ്പൊ ആ ഒരു പ്രക്രിയ കൊണ്ട് നമുക്ക് സ്പിരിച്വൽ റിയലൈസേഷൻ വരുന്നില്ല, സ്പിരിച്വൽ ബെനിഫിറ്റ് കിട്ടുന്നില്ല. ശരീരത്തിന് മാത്രമേ ആ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ, ആത്മാവിന് സ്പിരിച്വൽ ബെനിഫിറ്റ് കിട്ടുന്നില്ല. യോഗ അവിടെ ഇല്ല. ഇതുകൊണ്ട് കണക്ടിങ് വിത്ത് ദ ലോർഡ്, ലിങ്കിങ് വിത്ത് ദ ലോർഡ് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, ഒന്നുകൂടി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇഫ് സാക്രിഫൈസ്, നമ്മൾ സാക്രിഫൈസ് പറഞ്ഞാൽ നമ്മൾ ത്യജിക്കുക, നമ്മുടെ ഫ്രൂട്ട്സ് കൊടുക്കുക, നമ്മുടെ കയ്യിൽ ദാനം കൊടുക്കുക ഓഫ് വൺസ് മെറ്റീരിയൽ പൊസഷൻ. ഇപ്പം എൻ്റെ ധനമുണ്ട്, ഞാൻ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്നു. എൻ്റെ മറ്റുള്ളവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനുള്ള പ്രാപ്തിയുണ്ട്, വീടുണ്ടാക്കി കൊടുക്കുന്നു. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് നമ്മൾ പൈസ കൊടുക്കുന്നു. അങ്ങനെ പല വിധത്തിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. എൻ്റെ മെറ്റീരിയൽ പൊസഷൻസിനെ ഞാൻ സാക്രിഫൈസ് ചെയ്യണം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഈസ് നോട്ട് ഡൗട്ടേൽ ഫോർ സ്പിരിച്വൽ റിയലൈസേഷൻ. ആധ്യാത്മിക തലത്തില് നമ്മൾ ആ പ്രോഗ്രസിന് വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ then such sacrifice becomes material. അങ്ങനത്തെ സാക്രിഫൈസ് അത് ഭൗതിക തലത്തിലാണ്, അത് ആധ്യാത്മിക തലത്തിലല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു. അതുകൊണ്ട് അത് ചെയ്യരുതെന്നല്ല, അത് ചെയ്യണം തീർച്ചയായിട്ടും. നമ്മളെല്ലാം കടമപ്പെട്ടവരാണ്, മറ്റുള്ള ഇല്ലാത്തവർക്ക് കൊടുക്കണം, നമ്മൾ സഹായിക്കണം. പക്ഷെ അതിൽ എന്താണ് ഒരു ആസ്പെക്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഭഗവാനെ സെൻട്രൽ വെച്ച് ഭഗവാന്റെ പാർട്സ് ആൻഡ് പാർസലാണ്, അവരുടെ ആധ്യാത്മിക ഉന്നമനത്തിനും കൂടിയും ഇത് സഹായകരമാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ, അതിന് യാതൊരു ഫലം ഇച്ഛിക്കാണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് യോഗയായി. അതുകൊണ്ടാണ് ഒരുപാട് നല്ല നല്ല ആത്മാക്കളുണ്ട് ഭൗതിക തലത്തിൽ, ഒരുപാട് ദാനം ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ? അവരുടെ ദാനമൊന്നും ഫലപ്രദമാവാത്ത കാരണം അവിടെ ഭഗവാനെ ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ടാണ്. ഒരുപാട് ഇതേപോലെ ഫിലന്ത്രോപ്പിക് ആക്ടിവിറ്റീസ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ അവർ ചെറിയൊരു കാര്യം വേണ്ടു, അതിൽ ഭഗവാനെ ആഡ് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ അത് വലിയൊരു കാര്യമായി, അപ്പൊ അത് സ്പിരിച്വൽ ആക്ടിവിറ്റിയായി. അപ്പൊ ഈ ഒരു സീക്രട്ടാണ് ഇവിടെ പ്രഭുപാദ ഈ പർപ്പോട്ടിൽ വെളിപ്പെടുത്തുന്നത്. So, but one who performs such sacrifices with a spiritual objective or in devotional service makes a perfect sacrifice. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ സാക്രിഫൈസ്, ത്യാഗങ്ങള്, ആ ദാനങ്ങള്, ആ ആക്ടിവിറ്റീസ് നമ്മൾ എങ്ങനെ അതിനെ സ്പിരിച്വൽ ആക്ടിവിറ്റി ആകാം, അതിൻ്റെ നമ്മളുടെ ഒബ്ജക്റ്റീവ്, നമ്മളുടെ ആ ഇന്റൻഷൻ അവരെയും കൂടി ഭഗവാനായിട്ട് അടുപ്പിക്കണം എന്നുള്ള ഇന്റൻഷനോട് ചെയ്യുമ്പോൾ ദാറ്റ് മേക്സ് പെർഫെക്റ്റ് സാക്രിഫൈസ്. അപ്പൊ അവിടെ ആത്മാവിന്റെ ഉന്നമനം അതും കൂടി വന്നു. മറ്റ് ദേഹത്തിന്റെ ഇത് മാത്രമേ ഉള്ളൂ. ദേഹത്തിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, ആത്മാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ സഹായിക്കുന്നില്ല. So when we come to spiritual activities, we find that these are also divided into two. അപ്പൊ സ്പിരിച്വൽ ആക്ടിവിറ്റീസിനെ അതിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. അതായത് namely understanding of one's own self or one's constitutional person and the truth regarding the supreme personality of God. അപ്പോൾ സ്പിരിച്വൽ ആക്ടിവിറ്റിയിലെ വീണ്ടും അതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഒന്ന് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക, ഒന്ന് ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് രണ്ട് കാറ്റഗറി. One who follows the path of Bhagavad Gita as it is can very easily understand these two important divisions of spiritual knowledge. ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, ഭഗവത്ഗീത യഥാരൂപം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും
ഇത് രണ്ടും വളരെ അനായാസമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും, കാരണം പ്രഭുപാദര പർപ്പോട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഒരു ആംബിഗ്വിറ്റി ഇല്ല, ഒരു സംശയത്തിനും അത് വഴിവരുത്തുന്നില്ല. ഇത് വായിച്ചാൽ അല്ലേ, ഞാൻ മലയാളം വായിച്ചിട്ടില്ല, ഇംഗ്ലീഷ് വായിച്ചിട്ടില്ല, വെറുതെ ഉള്ളൂ. മലയാളം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മലയാളം, അതായത് പ്രഭുപാദര പർപ്പോട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പർപ്പോട്ട് വായിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നമുക്ക് ക്ലാരിറ്റി കിട്ടും ഇല്ലേ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ശരിയാണ് പ്രഭു. നേരെ മറിച്ച് മറ്റ് ഭഗവത്ഗീത ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ എല്ലാം കൺഫ്യൂഷനാണ്. ഹൈഫൈ ലാംഗ്വേജ് ആയിരിക്കും, പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കില്ല അവരുടെ ആ പരിഭാഷ. പക്ഷെ ഇത് വളരെ ഈസിയാണ്. അത് ഇംഗ്ലീഷ് ആയാലും ശരി, ഏത് ലാംഗ്വേജ് ആയാലും ശരി, എല്ലാം വളരെ നല്ല ഇതിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. So one who follows the path of Bhagavad Gita as it is can very easily understand these two important divisions of spiritual knowledge. For him, there is no difficulty in obtaining perfect knowledge of the self as part and parcel of the Lord. Okay, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണെന്ന് മനസ്സിലാക്കാൻ. പല ഫിലോസഫിയും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഭഗവാനാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ഭഗവത്ഗീത യഥാരൂപം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഭഗവാനല്ല, ഭഗവാന്റെ അംശങ്ങളാണ്. അംശങ്ങളും ഭഗവാനും, അതായത് ഹോളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരിക്കലും ഒരു ടെലിഫോണിന്റെ ഈ കവറിനെ ഞാൻ ടെലിഫോണായിട്ട് കാണാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും ഭയങ്കര വ്യത്യാസം. അതേപോലെ ഒരു അംശത്തിനെ ഹോളായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന സിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. And such understanding is beneficial, for such a person can easily understand the transcendental activities of the Lord. In the beginning of this chapter, the transcendental activities of the Lord were discussed by the Supreme Lord himself. One who does not understand the instructions of the Gita is faithless and is to be considered to be misusing the fragmental independence awarded to him by the Lord. ഭഗവത്ഗീതയിലത്തെ ആ ഇൻസ്ട്രക്ഷൻസ് അതും നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മള് പാഷണ്ഡികളാവും, ഫെയ്ത്ത്ലെസ്, ഏത്തിസ്റ്റ് ആവും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും ഫ്രാഗ്മെന്റ് ആണ്. ഫ്രാഗ്മെന്റ് ഒരിക്കലും ഹോൾ യൂണിറ്റ് ആവില്ല. നമ്മൾ പാർട്സ് ആൻഡ് പാർസലാണ്. അഹം ബ്രഹ്മാസ്മി എന്നാണ് പറയുന്നത് അല്ലേ? എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ്? ഞാൻ ബ്രഹ്മമാകുന്നു. ഞാൻ ബ്രഹ്മമാവെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, സുപ്രീം ബ്രഹ്മനല്ല. ചില ആൾക്കാർ ബ്രഹ്മത്തിന് സുപ്രീം ബ്രഹ്മനാണ്. അപ്പോ ഞാൻ പരമാത്മാവ് ആകുന്നു എന്ന് പറഞ്ഞത് ശരിയാണോ? അല്ലല്ലോ. ഞാൻ ജീവാത്മാവ് ആണ്, ഞാൻ ഭഗവാന്റെ അംശമാകുന്നു, അത് ശരിയാണ്. ഞാൻ ഭഗവാനാകുന്നു പറഞ്ഞാൽ ശരിയാണോ? ഒരിക്കലും അല്ല അല്ലേ? അങ്ങനെ ഞാനും നിങ്ങളെല്ലാം ഭഗവാനാണെങ്കിൽ ഞാനും നിങ്ങളും മഴക്കടിക്കേണ്ട ആവശ്യം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കേണ്ട ആവശ്യം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയേണ്ട ആവശ്യം എന്താ? രണ്ടുപേരും ഭഗവാനാണ് അല്ലേ? എല്ലാവരും ഭഗവാനാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പൊ നമ്മള് അഹം ബ്രഹ്മാസ്മി, ഐ എം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ സുപ്രീം ലോർഡ് പറഞ്ഞാൽ നമ്മൾ അംശങ്ങളാണ്. ഐ ആം ഇൻഡിവിജ്വൽ സോൾ, ജീവാത്മ ആൻഡ് പരമാത്മ ഇസ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഇത് ആ തത്വം മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ.
In spite of such instructions, one who does not understand the real nature of the Lord as the eternal, blissful, all-knowing personality of God is certainly full number one. അപ്പോൾ ഈ തത്വം മനസ്സിലാക്കാത്ത ആൾക്കാരെ എന്താണ് പ്രഭുപാദയോട് പറയുന്നത്? ഫുൾ നമ്പർ വൺ, പരമവിഡ്ഢിയാണ്. Ignorance can be removed by gradual acceptance of the principles of Krishna consciousness. Krishna consciousness is awakened by different types of sacrifices to demigods, sacrifice to Brahman, sacrifice in celibacy, in household life, in controlling the senses, in practicing mystic yoga, in penance, in foregoing material possessions, in studying the Vedas, and in partaking of the social institution called Varnashrama. അപ്പൊ നമുക്ക് എങ്ങനത്തെ വളർത്തിയെടുക്കാം? കൃഷ്ണ കോൺഷ്യസ്നസ് ആ തലത്തിലേക്ക്, കൃഷ്ണാവബോധത്തിലേക്ക് എങ്ങനെ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമുക്ക് എത്താം? ഈ വഴികൾ കൂടെ. സാക്രിഫൈസ് ടു ഡെമിഗോഡ്സ്, ബ്രഹ്മൻ, സാക്രിഫൈസ് ഇൻ ബ്രഹ്മചര്യ, ഗൃഹസ്ഥാശ്രമ, ഇങ്ങനെ മിസ്റ്റിക് യോഗ സിസ്റ്റം, ഇതെല്ലാം ഒരുപാട് ഡിഫറെന്റ് പാത്സ്, പല വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെതായിട്ടുള്ള തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഓൾറെഡി ഡിവോഷണൽ സർവീസിൽ ചെയ്യുന്ന ആൾക്കാർ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡിവോട്ടി ആയി കഴിഞ്ഞാൽ, ഡിവോഷണൽ ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ വഴി കൂടെ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സ്ട്രേറ്റ് അവേ വി ക്യാൻ ഡു ഡിവോഷണൽ ആക്ടിവിറ്റീസ്. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മ മെറ്റീരിയൽ ആണോ സ്പിരിച്വൽ ആണോ? ഇവിടെ പറയുന്നുണ്ട് വേദാസ് ആൻഡ് ഇൻ പാർട്ടേക്കിംഗ് ഓഫ് ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മുടെ വേദങ്ങളിലെ വർണ്ണാശ്രമ ധർമ്മം, വർണ്ണ ആശ്രമം. എന്താണ് വർണ്ണം, എന്താണ് ആശ്രമം? സോഷ്യൽ ഓർഡർ ആൻഡ് സ്പിരിച്വൽ ഓർഡർ. ഓക്കെ, ഏതാണ് സോഷ്യൽ ഓർഡർ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ആശ്രമം ഏതാണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഓക്കെ, അപ്പോ അതാണ് വർണ്ണ ആശ്രമധർമ്മ. അത് രോഷി മാതാജി അല്ലേ പറഞ്ഞ് സ്പിരിച്വൽ ആണെന്ന് പറയുന്നു അല്ലേ? രോഷി മാതാജി അല്ലേ പറഞ്ഞ? ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, ഇത് സ്പിരിച്വൽ ആണോ അതോ മെറ്റീരിയൽ ആണോ? ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താണ്? ഇത് നമ്മുടെ സ്ക്രിപ്ചറിൽ ഉള്ളതാണ്. വർണ്ണാശ്രമം നമ്മൾ ഫോളോ ചെയ്യണം. ഇത് സ്പിരിച്വൽ ആണോ അതോ മെറ്റീരിയൽ ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആർക്കും ഒരു അഭിപ്രായമില്ല. എന്താ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു? സ്പിരിച്വൽ ഗ്രോത്തിനല്ലേ പ്രഭുജി? അല്ല, എന്റെ ചോദ്യം സ്പിരിച്വൽ ആണോ മെറ്റീരിയൽ ആണോ? അത്രയല്ലോ. മെറ്റീരിയൽ. മെറ്റീരിയൽ. രജനി മാതാജി ആരാ പറഞ്ഞത് മെറ്റീരിയൽ? സിനി മാതാജി. ഓക്കെ, രജനി മാതാജി എന്താ പറയുന്നത്? ഞാനും മെറ്റീരിയൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഗാർഹസ്ഥ്യൊക്കെ വരുമ്പോ മെറ്റീരിയൽ തന്നെ വരണല്ലോ. എന്താ പറഞ്ഞ? മെറ്റീരിയൽ. വേറെ വല്ലവർക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അത് സ്പിരിച്വൽ ആണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ. എന്തായാലും പറയൂ. അല്ല, സ്പിരിച്വൽ ആണോ എന്നൊരു സംശയം. അത് കാര്യം വർണ്ണാശ്രമം ധർമ്മിക്കുമ്പോ നമ്മൾ സ്പിരിച്വലായി മാറും. സന്യാസി, വാനപ്രസ്ഥം ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ടല്ലോ അതിനകത്ത്. സ്പിരിച്വൽ ആണോ? സിനിമാതാജിക്ക് ഒരു കൺഫ്യൂഷൻ അല്ലേ അവിടെ? അതെ പ്രഭു, കാര്യം നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിലാണ് ചെയ്യുന്നതെങ്കിലും അത് സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്, അല്ലെ ശാസ്ത്രത്തിലെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചല്ലേ വർണ്ണാശ്രമ തന്നെ വരുന്നത് തന്നെ. അപ്പൊ ഒരു സംശയം.
ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ശ്രീദേവി മാതാജി. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, സ്പിരിച്വൽ ആണെന്ന്. എന്താന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ ഫോളോ ചെയ്യണത്. ഓക്കെ, ഞാൻ സസ്പെൻസ് എന്തായാലും മാറ്റാം. വർണ്ണാശ്രമ ധർമ്മം അത് മെറ്റീരിയൽ ആണ്, പക്ഷെ അതിൽ കൂടെ നമുക്ക് സ്പിരിച്വൽ എത്താം. വർണ്ണാശ്രമ ധർമ്മം എന്നുള്ളത് ഒരു മെറ്റീരിയൽ ആക്ടിവിറ്റിയാണ്. പക്ഷെ അതുകൊണ്ട് ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ലാഡർ ഉണ്ട്, കോണി. ഓക്കെ, നമ്മൾ ടെറസിലേക്ക് പോകണം. ആ കോണി ഉപയോഗിച്ചിട്ട് നമുക്ക് ടെറസിലെത്താം. കോണി ടെറസ് അല്ല. പറഞ്ഞു മനസ്സിലായോ? അതേപോലെ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം, ആ പ്രോസസ്സ് മെറ്റീരിയൽ പ്രോസസ് ആണെങ്കിലും അതിൻ്റെ ഗോള്, അതിൻ്റെ റിസൾട്ട് നമ്മളത് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്പിരിച്വലായിട്ട് ഉയർത്തപ്പെടും. അപ്പോൾ ആസ് ഇറ്റ് ഈസ് മെറ്റീരിയൽ. അപ്പോൾ ആരെയാണ് ചോദിക്കേണ്ട വർണ്ണാശ്രമ ധർമ്മം ഈസ് ഇറ്റ് സ്പിരിച്വൽ ഓർ മെറ്റീരിയൽ ചോദിച്ചാൽ ഇറ്റ് ഈസ് മെറ്റീരിയൽ, ബട്ട് ഇറ്റ് അലൗസ് us to go to spiritual realm, spiritual platform. Clear ആയോ? ക്ലിയർ ആയി പ്രഭു. വെരി ഗുഡ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ, അല്ലേ? ഈ ഭഗവത്ഗീതയില് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് 4 വർണ്ണങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരിക്കുന്നത്? ഒരാളുടെ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഗുണം, കർമ്മം ഇത് മെറ്റീരിയൽ ആണോ അതോ സ്പിരിച്വൽ ആണോ? മെറ്റീരിയൽ അല്ലേ? 3 ഗുണം മെറ്റീരിയൽ ആണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. പിന്നെ കർമ്മം. കർമ്മം നമുക്ക് ഫ്ലാറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മുടെ ഇവിടെ കർമ്മം എന്ന് പറയുന്ന ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് അത് മെറ്റീരിയൽ ആണെന്ന് പറയാം. കാരണം ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്ന കർമ്മം ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ആണ്, അതുകൊണ്ട് അത് മെറ്റീരിയൽ ആണ്. കർമ്മം അത് അകർമ്മമാണെങ്കിൽ അത് സ്പിരിച്വൽ ആണ്. പക്ഷെ ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞാൽ അത് ആ കർമ്മം ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് മെറ്റീരിയൽ ആണ്. So all of these are known as sacrifice, and all of them are based on regulated action. But within all these activities, the important factor is self-realization. അപ്പോൾ എന്ത് തന്നെ ചെയ്താലും ശരി, അത് സെൽഫ് റിയലൈസേഷൻ, ആത്മജ്ഞാനത്തിനെ ആ വഴിയിലേക്കാണ് നയിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ദ റൈറ്റ് ആക്ടിവിറ്റി. അപ്പോൾ ഏതൊരു ആക്ടിവിറ്റിയും ഏതൊരു പ്രോസസ്സും അവസാനം നമ്മളെ എത്തിക്കുന്നത് സെൽഫ് റിയലൈസേഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് എ റൈറ്റ് പാത്ത്, ദാറ്റ് ഇസ് എ റൈറ്റ് ആക്ടിവിറ്റി. വൺ ഹു സീക്സ് ദാറ്റ് ഒബ്ജക്റ്റീവ് ഇസ് റിയൽ സ്റ്റുഡൻറ് ഓഫ് ഭഗവത്ഗീത. അപ്പൊ അതാണ് ശരിക്കും ഭഗവത്ഗീതയുടെ ഒരു വിദ്യാർത്ഥി. ബട്ട് വൺ ഹു ഡൗട്ട്സ് ദ അതോറിറ്റി ഓഫ് കൃഷ്ണ ഫാൾസ് ബാക്ക്. ഭഗവാന്റെ അതോറിറ്റി അതിനെ സംശയിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പതനം സംഭവിക്കും. One is therefore advised to study Bhagavad Gita or any other scripture under a bona fide spiritual master with service and surrender. അപ്പോൾ ഈ ഭഗവത്ഗീത പഠിക്കേണ്ടത് അണ്ടർ എ bona fide spiritual master. Bonafide അതിനും അണ്ടർലൈൻ കൊടുക്കണം. കാരണം ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ആ പരമ്പരാഗതമായിട്ട് വരുന്ന, പരമ്പരയിൽ വരുന്ന, ആ സമ്പ്രദായത്തിൽ വരുന്ന, ഗുരു ശിഷ്യ പരമ്പരയിൽ വരുന്ന ഒരു വ്യക്തിയിലായിരിക്കണം അത് പഠിക്കേണ്ടത്. ആൻഡ് ആ വ്യക്തിക്ക് എന്താണ് സർവീസ് ആൻഡ് സറണ്ടർ, ഇത് 2 ക്വാളിറ്റി ഉണ്ടായിരിക്കണം. സർവീസ് ഉണ്ടായിരിക്കണം, അതായത് സേവന മനോഭാവം, മറ്റുള്ളവരെ സേവിക്കാനുള്ള മനോഭാവം, യാതൊരു പ്രതിഫലം ഇച്ഛിക്കാതെ സെൽഫ്ലെസ് സർവീസ് ആയിരിക്കണം. സറണ്ടർ ടു ദ സ്പിരിച്വൽ മാസ്റ്റർ, തൻ്റെ ഗുരുവിനെ പൂർണ്ണമായിട്ടും സമർപ്പണ മനോഭാവത്തോടെ സേവനം ചെയ്തുകൊണ്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ശരിക്കുള്ള ജ്ഞാനം പകർന്നു കൊടുക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. സോ എ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ ഈസ് ഇൻ ദ ഡിസിപ്ലിൻ സക്സഷൻ
from time eternal, and it does not deviate at all from the instructions of the Supreme Lord, as they were imparted millions of years ago to the Sun God, from whom the instructions of Bhagavad Gita have come down to the earthly kingdom. അപ്പൊ ഇത് ഇന്നും ഇന്നലെയും പറഞ്ഞു കൊടുത്ത സംഗതിയല്ല ഈ ജ്ഞാനം. ഈ ജ്ഞാനം ഈ ക്രിയേഷൻ, സൃഷ്ടി എപ്പോ നടന്നുണ്ടോ അപ്പൊ മുതൽക്ക് ഇത് വരുന്നതാണ്. ഭഗവാന്റെ ഈ ഇൻസ്ട്രക്ഷൻസ് ഭഗവാൻ തന്നെ ഭഗവത്ഗീത പറയുന്നുണ്ട്. അതായത് അർജുനൻ ചോദിക്കുന്ന ചോദ്യത്തിന് എങ്ങനെ ഞാൻ മനസ്സിലാക്കുക, അങ്ങ് ഇപ്പോ ജീവിച്ചിരിക്കുന്നു, ഒരു 100 കൊല്ലമായിട്ടുള്ളൂ. അർജുനന്റെ സമയത്ത് മഹാഭാരതം നടക്കുന്ന സമയത്ത് ഏകദേശം 100 കൊല്ലം എന്തോ ആയിട്ടുള്ളൂ, 100 വയസ്സെന്തോ ആയിട്ടുള്ളൂ. 125 കൊല്ലാണ് ഭഗവാൻ ജീവിച്ചിരിക്കുന്നത്. അപ്പോ സൺ ഗോഡ് എന്ന് പറഞ്ഞാൽ എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് ബിഫോർ ആണ്. എങ്ങനെ how am I to understand that you have instructed Bhagavad Gita to sun god because you are just only 100 years now in this earthly planet? അപ്പോൾ പറയുന്ന അർജുന, പല ജന്മം നമ്മള് വന്നും പോയി നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. അർജുന ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഓർമ്മയില്ല, പക്ഷെ എനിക്കെല്ലാം അറിയാം. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഭഗവത്ഗീത, ഇതേ നിർദ്ദേശം ഞാൻ സൂര്യഭഗവാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൃഷ്ടി നടന്ന ആ സമയം മുതൽക്ക് ഭഗവത്ഗീത ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് പുതുതല്ല. 5000 വർഷം മുമ്പേക്ക് നമുക്ക് 5000 വർഷം മുമ്പേ മഹാഭാരത യുദ്ധ സമയത്ത് ഈ എപ്പിസോഡ് നടന്ന സമയത്ത് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു. ഇറ്റ് വാസ് റീടോൾഡ്. അത്രേ ഉള്ളൂ. ഏവം പരമ്പരാ പ്രാപ്തം ഇമാം രാജശ്രീയോ വിദുഹു സ കാലനേഹ മഹത യോഗോ നസ്ത ഭഗവന്തപ. In due course of time, it got lost. So, Arjuna, I am retelling this again to you. So, you be the reason for spreading this message. Nimittam. Arjun, nee avate enna parayunnu. So, one should therefore follow the path of Bhagavad Gita as it is expressed in the Gita itself, and beware of self-interested people after personal aggrandizement who deviate others from the actual path. നമ്മളെല്ലാം ഈ ഭഗവത്ഗീത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി ശ്രമിക്കണം. The Lord is definitely the supreme person and his activities are transcendental. One who understands this is a liberated person from the very beginning of his study of Bhagavad Gita. So thus end the Bhaktivedanta purports to 4th chapter of Srimad Bhagavad Gita in the matter of transcendental knowledge. അങ്ങനെ ഭഗവത്ഗീത 4ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രഭുപാദ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അതായത് കുട്ടികൾക്കൊക്കെ നമ്മൾ പല്ലില്ലാത്ത കുട്ടികൾക്കൊക്കെ നമ്മൾ ഭക്ഷണം എങ്ങനെ കൊടുക്കുക, എല്ലാം സ്മാഷ് ചെയ്ത് എല്ലാം അരച്ച് ജസ്റ്റ് ഗൾപ്പ് ഡൗൺ അല്ലേ? അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതെല്ലാം അരച്ച് നമ്മുടെ ഒന്നും കടിക്കേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇറക്കേ വേണ്ടു. അതേപോലെ നമുക്ക് ആക്കി തന്നിട്ടുണ്ട്. നമ്മുടെ വായിൽ നമുക്ക് ജസ്റ്റ് അത് ഗൾപ്പ് ചെയ്യേ വേണ്ടു. സോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രഭുപാദ പർപ്പോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഏതൊരു വ്യക്തിക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്കത് പറഞ്ഞു തരും. അപ്പോൾ 1000 കൈ കൊണ്ട് നമുക്ക് പ്രഭുപാദയെ തൊഴണം. പ്രഭുപാദ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ക്ലാരിറ്റി ഒരിക്കലും കിട്ടുമായിരുന്നില്ല. ഇതാണ് ആചാര്യ, ഇതാണ് ആചാര്യയുടെ ആ കരുണ എന്ന് പറഞ്ഞ, കമ്പാഷൻ എന്ന് പറഞ്ഞ. ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്. വാഞ്ച കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ की जय. श्रील प्रभुपाद की जय. ഗുരു മഹാരാജ് की जय. ഗോ പ്രേമാനന്ദേ. അപ്പോൾ അടുത്ത